Hello all, we'll revise module 2 and let's see the overview of module 2 of industrial electronics and control drives. So main topics in the triggering of SCR, how to turn on an SCR. That's why module 1 ilum syllabus il kaanichittundu. ഏത് മോഡ്യൂൾ വന്നാലും അത് അറിഞ്ഞിരിക്കണമല്ലോ. കമ്മ്യൂട്ടേഷൻ ഓഫ് SCR എന്ന് പറയുന്ന ഹൗ ടു ടേൺ ഓഫ് എൻ SCR എന്നുള്ളതാണ്. പിന്നെ സിംഗിൾ ഫേസ്, ഹാഫ് വേവ്, ഫുൾ വേവ്, മിഡ് പോയിൻറ്റ് കോൺഫിഗറേഷൻ, ബ്രിഡ്ജ് കൺവേർട്ടേഴ്സ്. നെക്സ്റ്റ് ട്രയാഡ് ലൈറ്റ് ഡിമ്മിങ് സർക്യൂട്ട്, പിന്നെ ഇൻവേർട്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് മോഡ്യൂൾ 2-ലുള്ളത്. അപ്പോൾ ആദ്യം ട്രിഗറിങ് ഓഫ് SCR നോക്കുകയാണെങ്കിൽ എന്താണ് ട്രിഗറിങ് ഓഫ് SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം SCRന് 3 ടെർമിനൽസാണുള്ളത്: ആനോഡ്, കാഥോഡ് ആൻഡ് ഗേറ്റ്. അപ്പോൾ നമ്മൾ ഇതിനെ ഫോർവേഡ് ബയസ് ചെയ്ത് കഴിഞ്ഞാൽ ആനോഡിന് പോസിറ്റീവും കാഥോഡിന് നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും കറണ്ട് ഫ്ലോ നടക്കില്ല. എപ്പോഴാണ് കറണ്ട് ഫ്ലോ നടക്കുന്നത്? ഗേറ്റിൽ വോൾട്ടേജ് കൊടുത്താൽ മാത്രമേ, ഒരു പൾസ് കൊടുത്താൽ മാത്രമേ ഇത് SCR ടേൺ ഓൺ ചെയ്യാൻ നമുക്ക് കഴിയുള്ളൂ. ബിക്കോസ് ആസ് യു നോ ദാറ്റ് ദെയർ ആർ 3 junctions in an SCR wherein J1 and J3 will be forward biased whereas J2 will be reverse biased. അതുകൊണ്ട് ഈ നടുക്കുള്ള J2 റിവേഴ്സ് ബയസ്ഡ് ആയത് കാരണം നമുക്ക് കറണ്ട് ഫ്ലോ നടക്കില്ല. അപ്പോൾ നമുക്ക് ഗേറ്റിലൊരു ചെറിയ പൾസ് കൊടുത്ത് ഈ ഇവിടുത്തെ ആ റിവേഴ്സ് ബയസ് മാറ്റിയാൽ മാത്രമേ നമുക്ക് കറണ്ട് ഫ്ലോ നടക്കുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സുകളെ പറയുന്ന പേരാണ് ട്രിഗറിങ് ഓഫ് SCR എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഹൗ ടു ടേൺ ഓൺ, ഹൗ ടു മേക്ക് ദ J2 disappear by some means so that you can make the current flow from anode to cathode. അപ്പോൾ there are actually many methods to turn on an SCR. അത് തന്നെ ഒരു essay ആണ്. അതിൽ നമുക്കറിയാം അതൊന്ന് ഫോർവേഡ് വോൾട്ടേജ് ട്രിഗറിങ് ആണ്. അതായത് വോൾട്ടേജ് കൂട്ടിക്കൊണ്ടിരുന്നാൽ മതി. ആനോഡ് ടു കാഥോഡ് വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് യു ജസ്റ്റ് കീപ്പ് ഓൺ ഇൻക്രീസിങ് ദി വോൾട്ടേജ്. വൺസ് ദ വോൾട്ടേജ് എക്സീഡ്സ് ദ break over voltage, what you can do is what you can get is that you can turn on the SCR. Then അടുത്ത thermal triggering ആണ്. Thermal triggering എന്ന് പറഞ്ഞാൽ you just keep on increasing the temperature such that the reverse biasing somehow disappears. J2-ലുള്ള reverse bias എങ്ങനെയെങ്കിലും disappear ആയി പോകുന്നു, so that it allows the current flow. അതാണ് thermal triggering എന്ന് പറയുന്നത്. ഒപ്റ്റിക്കൽ ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ഹാവ് സം സെമി കണ്ടക്ടർ മെറ്റീരിയൽ വിച്ച് ട്രിഗേഴ്സ്, അല്ലെങ്കിൽ ഈ സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ പ്രത്യേകത കാരണം വെൻ ദ ലൈറ്റ് ഫോൾസ് ഓൺ ദ മെറ്റീരിയൽ the covalent bond between the electron hole pairs break up and the free electron hole pairs will be released. ലൈറ്റ് വീഴുന്ന അനുസരിച്ച് ഇവിടുത്തെ again ആ റിവേഴ്സ് ബയസിങ് ഡിസപ്പിയർ ആയി പോകുന്ന രീതിയിലുള്ളതാണ് ഒപ്റ്റിക്കൽ ട്രിഗറിങ്. മറ്റേത് ടെമ്പറേച്ചർ കൂട്ടുകയും രണ്ടാമത്തെ ടെമ്പറേച്ചർ കൂട്ടുന്ന പരിപാടിയും, മൂന്നാമത്തത് ലൈറ്റ് വീഴ്ത്തി റിവേഴ്സ് ബയസിങ്ങിനെ കളയുന്ന പരിപാടിയാണ്. dV/dt ട്രിഗറിങ് ആണ് നെക്സ്റ്റ് വരുന്നത്. dV/dt ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നോ ദാറ്റ് dV/dt ഈസ് റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ ഈ dV/dt എന്ന് പറയുന്നത് നമുക്കറിയാം, ഈ നമുക്ക് വോൾട്ടേജ് റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹൗ ഹൈ ഈസ് ദ വോൾട്ടേജ് റൈസ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം, അത് വെച്ച് നമുക്ക് ഇതിൽ പറയാൻ പറ്റും. ഇത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് Q = CV ആണ്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, കറണ്ട് I = C × dV/dt. അപ്പോൾ നമുക്കറിയാം dV/dt കൂടുന്നതനുസരിച്ച് ഇതെല്ലാം കപ്പാസിറ്റീവ് ജംഗ്ഷൻസ് ആണ്. നമുക്കറിയാം ജംഗ്ഷൻസ് എല്ലാം ഒരുമാതിരി കപ്പാസിറ്റേഴ്സ് പോലെയാണ്. അപ്പം dV/dt കൂടുന്നതനുസരിച്ച് കറണ്ടും കപ്പാസിറ്റീവ് ജംഗ്ഷൻസിലെ കറണ്ടും കൂടും. അപ്പോൾ dV/dt നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ എന്താണ്? ദറ്റ് ഈസ് ദ റേറ്റ് ഓഫ് റൈസ് ഓഫ് വോൾട്ടേജ് വിത്ത് റെസ്പെക്ട് ടു ടൈം നമ്മൾ കൂട്ടിക്കഴിഞ്ഞാൽ ഈ ജംഗ്ഷൻസിൽ കറണ്ടും കൂടും. കറണ്ട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ റിവേഴ്സ് ബയസിങ് കുറയ്ക്കാൻ പറ്റും. ഇനി അടുത്തത് ഗേറ്റ് ട്രിഗറിങ് ആണ്. അതാണ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നമുക്കറിയാം ഗേറ്റ് ട്രിഗറിങ് എന്ന് പറഞ്ഞാൽ ഗേറ്റിൽ കറണ്ട് കൊടുത്ത് ജംഗ്ഷൻ J2 റിവേഴ്സ് ബയസ് നീക്കുന്നതാണ്
ഗേറ്റ് ട്രിഗറിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമുക്ക് 3 ടൈപ്സ് ഉണ്ട്. AC ട്രിഗറിങ് ഉണ്ട്, DC ട്രിഗറിങ് ഉണ്ട്, പൾസ് ട്രിഗറിങ് ഉണ്ട്. അപ്പോൾ AC ട്രിഗറിങ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, R ട്രിഗറിങ്ങും RC ട്രിഗറിങ്ങും. DC ട്രിഗറിങ് തന്നെ DC വോൾട്ടേജ് കൊടുത്തിട്ടുള്ളത്. പൾസ് ട്രിഗറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UJT, യൂണി ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് പൾസസ് ആയിട്ട് മാത്രം കൊടുക്കുന്നത്, അതിനെ പൾസ് ട്രിഗറിങ് എന്ന് പറയും. അപ്പോൾ ഇതിൽ AC ട്രിഗറിങ് UJT ട്രിഗറിങ്ങും എല്ലാം നിങ്ങൾ ലാബുകളിൽ ചെയ്തതാണ്. അപ്പോൾ ആ ട്രിഗറിങ് AC ട്രിഗറിങ് എന്ന് വെച്ചാൽ AC വോൾട്ടേജ് കൊടുത്തുകൊണ്ട് ഗേറ്റിൽ ട്രിഗർ ചെയ്യിപ്പിക്കുന്നതാണ്, ഗേറ്റിന് കറണ്ട് കൊടുത്ത് SCRനെ ട്രിഗർ ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോൾ അത് റെസിസ്റ്റൻസ് മാത്രം വെച്ച് ഉള്ള സർക്യൂട്ടുണ്ട്, റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് വെച്ചുള്ള സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത്, നമുക്ക് SCRൻ്റെ ഫയറിംഗ് ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് RC ട്രിഗറിങ് ഉപയോഗിക്കേണ്ടി വരും. ലെസ് ദാൻ 90 ഡിഗ്രി മതിയെങ്കിൽ നമുക്ക് എന്താണ്, ഫയറിംഗ് ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി മതിയെങ്കിൽ R ട്രിഗറിങ് യൂസ് ചെയ്യാം. ഈ ഫയറിംഗ് ആംഗിൾ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞതാണ്, എന്നാലും ഒന്നുകൂടെ പറയും അടുത്ത സ്ലൈഡുകളിൽ. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ട്രിഗറിങ് ഓഫ് SCR. ഇനി അടുത്ത കമ്മ്യൂട്ടേഷൻ ഓഫ് SCR ആണ്. അപ്പം എങ്ങനെ നമുക്ക് ഇപ്പോൾ ടേൺ ഓൺ ചെയ്യിക്കുക എന്നുള്ളത് കണ്ടു SCRനെ. ഇനി എങ്ങനെയാണ് ടേൺ ഓഫ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കമ്മ്യൂട്ടേഷൻ ഇറ്റ് ഇംപ്ലൈസ് ടേണിങ് ഓഫ് ദ SCR. സോ ഇറ്റ് ക്യാൻ ബി ഐദർ നാച്ചുറൽ ഓർ ഫോഴ്സ്. നാച്ചുറൽ രീതിയിൽ സാധാരണ ഒരു സർക്യൂട്ടിൽ നമ്മളൊന്നും കൈകടത്താതെ തന്നെ SCR ഓഫ് ആവുന്ന രീതിയുണ്ട്, ഇല്ലാതെ പുറത്ത് ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച് ടേൺ ഓഫ് ചെയ്യുന്ന രീതിയുണ്ട്. But natural commutation happens in an AC circuit when a reverse voltage appears naturally to reverse bias the SCR and turn off occurs immediately. അപ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യാതെ തന്നെ ടേൺ ഓഫ് നടക്കുന്നെങ്കിൽ അത് AC സർക്യൂട്ടുകൾ മാത്രമേ അത് സംഭവിക്കത്തുള്ളൂ, അത് നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. പക്ഷേ DC സർക്യൂട്ടുകളിൽ നമുക്ക് എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിനെയാണ് ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നാച്ചുറൽ കമ്മ്യൂട്ടേഷനും ഫോഴ്സ് കമ്മ്യൂട്ടേഷനും ഉണ്ട്. അപ്പോൾ ഫോഴ്സ് കമ്മ്യൂട്ടേഷനിൽ നമ്മൾ എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് കമ്മ്യൂട്ടേഷൻ നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ദർ ആർ ആക്ച്വലി 6 ടൈപ്സ് ഓഫ് കമ്മ്യൂട്ടേഷൻ ഹാപ്പനിങ്. ഒന്ന് ക്ലാസ് A സീരീസ് റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ. അതായത് ഈ പേര് വരുന്നതിന് കാരണം ആ സർക്യൂട്ടിൻ്റെ പ്രത്യേകത കാരണമാണ്. നമുക്ക് ഏത് രീതിയിലുള്ള എക്സ്റ്റേണൽ സർക്യൂട്ടുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം ടു ടേൺ ഓഫ് ദ SCR. അപ്പോൾ അത് ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ പേര് വരുന്നത്. ക്ലാസ് A മീൻസ് സീരീസ് റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ, ക്ലാസ് B പാരലൽ റെസൊണൻറ്റ് കമ്മ്യൂട്ടേഷൻ, ക്ലാസ് C കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷൻ, ക്ലാസ് D ഓക്സിലറി കമ്മ്യൂട്ടേഷൻ, ക്ലാസ് E എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ, ക്ലാസ് F AC ലൈൻ കമ്മ്യൂട്ടേഷൻ. ക്ലാസ് F ഇസ് ആക്ച്വലി ദ നാച്ചുറൽ കമ്മ്യൂട്ടേഷൻ. അത് നമുക്ക് ഫോഴ്സ്ഡ് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്നതേ ഉള്ളൂ, അതുകൊണ്ട് അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കോൺഗ്ലോമറേറ്റ് ചെയ്ത് ഞാൻ കാണിച്ചിരിക്കുകയാണ്. ക്ലാസ് A B C D E F എല്ലാത്തിൻ്റെ സർക്യൂട്ടും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത് ക്ലാസ്സുകളിൽ ഒരുപാട് രീതിയിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പം നമുക്ക് അറിയാം, ഇപ്പോൾ ഒരു ക്ലാസ് എയുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ SCR നമ്മൾ ഓൺ ആയിരിക്കുന്ന SCRനെ ഓഫ് ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഇതൊരു DC സർക്യൂട്ടാണ്, നമുക്ക് ഇതിനെ ടേൺ ഓഫ് ചെയ്യാൻ വേറെ ഒരു രീതിയിലും DC ആയതുകൊണ്ട് സ്റ്റഡി വോൾട്ടേജ് ആണ്. യു ഡോണ്ട് ഹാവ് എനി റിവേഴ്സ് വോൾട്ടേജ് ഓവർ ഹിയർ ടു മേക്ക് ഇറ്റ് റിവേഴ്സ് ബയസ്. SCR റിവേഴ്സ് ബയസ് ചെയ്യാനായിട്ട് വേറെ വോൾട്ടേജ് ഒന്നുമില്ല, അതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റേണലി സർക്യൂട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. കണ്ടോ, LCR അതായത് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ആൻഡ് റെസിസ്റ്റൻസ് ഉള്ള സീരീസ് റെസൊണൻസ് സർക്യൂട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ടേൺ ഓൺ ആയിരിക്കുന്ന സമയത്ത് കപ്പാസിറ്റൻസ് വഴിയും ഇൻഡക്റ്റൻസ് വഴിയും കറണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഓണായി കപ്പാസിറ്റൻസ് ഫുൾ ചാർജ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് നമ്മൾ ഇതിൻ്റെ ഒരു റിവേഴ്സ് വോൾട്ടേജ് തന്നെ ഇതിൻ്റെ അകത്ത് ഡെവലപ്പ് ചെയ്ത് വരും. അങ്ങനെ ദിസ് ഈസ് ആക്ച്വലി ആൻ LC സർക്യൂട്ട്. ഈ LC സർക്യൂട്ടിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഓസിലേഷൻസ് ഉണ്ടാക്കും. ആ ഓസിലേഷൻസിൽ നമുക്ക് പൾസസ് എന്ന് പറയുന്നത് കറണ്ട് പൾസസ് ക്രോസസ് 0 ലൈൻ. ചില സമയത്ത് കറണ്ട് 0 ആയിരിക്കുന്ന അവസരമുണ്ട്. കാരണം ഓസിലേറ്റിംഗ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും അത് 0 ക്രോസ് ചെയ്യുന്നു. അപ്പോൾ 0 ക്രോസ് ചെയ്യുന്ന സമയങ്ങളിലെല്ലാം നമുക്കൊരു റിവേഴ്സ് പൊളാരിറ്റി ഇതിനെ ക്രോസ് വരും. അങ്ങനെയാണ് ഇത് ഓഫ് ആവുന്നത്. അപ്പോൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, റെസൊണൻസ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ ദർ വിൽ ബി ഓസിലേഷൻസ്. അപ്പോൾ ഓസിലേഷൻസ് ഉണ്ടാകുന്നത് കാരണം നമുക്ക് നമ്മുടെ വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത് പൾസേറ്റിംഗ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അത് റിവേഴ്സ് 0 ക്രോസ് ചെയ്ത് റിവേഴ്സ് വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ നമുക്ക് ഈ SCRനെ ടേൺ ഓഫ് ചെയ്യാൻ കഴിയും. അതാണ് ഒരു ക്ലാസ് A
എന്ന് പറയുന്നത് സീരീസ് റെസൊണൻസ്. ഈ മറ്റേ നോക്കിക്കഴിഞ്ഞാൽ പാരലൽ റെസൊണൻസ് ആണ്. അപ്പോൾ പാരലായിട്ട് എൽ സി സർക്യൂട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ക്ലാസ് ബി കഴിഞ്ഞ് ക്ലാസ് സി വരുമ്പോഴത്തേക്കും കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷനാണ്. അതായത് ഒരു എസ് സി ആർ ഓൺ ആയിരിക്കുമ്പോൾ മറ്റേ എസ് സി ആർ ഓഫ് ആയിരിക്കും. അപ്പോൾ അത് ഓഫാക്കുന്നതനുസരിച്ച് നമുക്ക് ഇതിനെ ഓഫാക്കാൻ പറ്റും. അതാണ് ആ ഒരു കോംപ്ലിമെൻ്ററി കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അതൊക്കെ എൻ്റെ നോട്ടും കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വ്യക്തമായി വായിച്ച് നോക്കി എഴുതണം. സർക്യൂട്ടുകൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ ക്ലാസ് ഡി ഓക്സിലറി കമ്മ്യൂട്ടേഷനാണ്. ഈ ക്ലാസ് ഇ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷനാണ്. ഇത് ഈ ട്രാൻസിസ്റ്ററിനെ നമ്മൾ ഓൺ ആക്കി വെക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ എപ്പോഴാണോ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഓൺ ആകുന്നത് അപ്പം മാത്രം ഒരു റിവേഴ്സ് വോൾട്ടേജ് എസ് സി ആറിന് അക്രോസ് വരും. അപ്പം നമുക്കതിനെ ഓഫാക്കി വയ്ക്കാം. അതാണ് എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ. വെരി ഈസി രീതിയിൽ നമുക്ക് സീരീസ് റെസൊണൻസിനേക്കാളും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു കമ്മ്യൂട്ടേഷനാണ് എക്സ്റ്റേണൽ പൾസ് കമ്മ്യൂട്ടേഷൻ. ഇപ്പോൾ ക്ലാസ് എഫ് നേരത്തെ ഞാൻ പറഞ്ഞു എന്താണെന്നുള്ളത്. ഒരു എ സി ലൈൻ കമ്മ്യൂട്ടേഷനാണത്. അത് എ സി സിഗ്നലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നാച്ചുറലി എ സി സിഗ്നൽ ഇറ്റ് ഹാസ് എ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ. പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ നിന്ന് ഫോർവേഡ് ബൈസ് ആവുകയും നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ റിവേഴ്സ് ബൈസ് ആവുകയും ചെയ്യുന്നു. റിവേഴ്സ് ബൈസ് ആകുമ്പോൾ എന്താണ്, നമുക്ക് നാച്ചുറലി അത് ടേൺ ഓഫിലേക്ക് അത് കടക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എക്സ്റ്റേണൽ സർക്യൂട്ടിൻ്റെ കാര്യമില്ല. എനിവേ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് അണ്ടർ ഫോഴ്സ്ഡ് കമ്മ്യൂട്ടേഷൻ.